പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനിയാന്നുള്ളതുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഗുന്തർ എന്ന് പറയുന്ന മുൻ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ്റെ സമ്മർ സ്ലാമിലെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ട് വാർത്തകളാണ് ഗുന്തറിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാം, സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസുമായിട്ടുള്ള ഒരു മത്സരത്തിന് വലിയ സാധ്യതകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം ബാക്ക് സ്റ്റേജിൽ നിക് ഓൾഡിസും ഗുന്തറും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് സ്മാക്ഡൗണിൽ നിന്ന് രണ്ട് പേരെയും സസ്പെൻഡ് ചെയ്തു, അതായത് മാറ്റി നിർത്തുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയിം മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റൂമർ റിപ്പോർട്ടിൽ റോയ്സ് കീസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള ഒരു മത്സരം സമ്മർ സ്ലാം 2026 പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ റോയ്സ് കീസ് ഈ സ്റ്റോറി ലൈനിൽ ഒന്നും ഇൻവോൾവ് ആകാത്ത റെസ്ലറാണ്. അപ്പോൾ റോയ്സ് കീസ് എങ്ങനെയാണ് ഗുന്തറിനെതിരെ സമ്മർ സ്ലാമിലെ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നിക് ഓൾഡിസിന് വേണ്ടിയിട്ട് ഇനി റോയ്സ് കീസ് ആണോ റിങ്ങിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഇങ്ങനെ ഒരു സമ്മർ സ്ലാം പദ്ധതി, രണ്ട് സൂപ്പർ സ്റ്റാർസിനെതിരെയുള്ള ഗുന്തറിൻ്റെ മത്സരത്തിൻ്റെ പദ്ധതി നിലവിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഓൾറെഡി ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയുള്ള നിക് ഓൾഡിസിൻ്റെ മത്സരത്തിൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് പറഞ്ഞു. എന്നാൽ ഇതിന് മുൻപേ നിക് ഓൾഡിസിനെ റിങ്ങിലേക്ക് ഇറക്കാൻ WWE ക്രിയേറ്റീവ് ടീമിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്ന് അവർ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോറി സോളോ സിക്കോവ എന്ന MFT ഗ്രൂപ്പിൻ്റെ ലീഡറിനെതിരെയായിരുന്നു. MFT ഗ്രൂപ്പ് നിലവിലില്ല, സോളോ സിക്കോവ ഒറ്റയ്ക്കാണ്. അപ്പോൾ സോളോ സിക്കോവ വേഴ്സസ് നിക് ഓൾഡിസ് തമ്മിലുള്ള ഒരു സ്റ്റോറി, ഒരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഏത് പ്രീമിയം ലൈവ് ഇവൻറ്റിന് വേണ്ടിയിട്ടാണ്, ഏത് വീക്കിലി എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും ഈ റിപ്പോർട്ടിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അത്തരം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് റസൽ വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സ്റ്റോറി നടക്കാതെ പോയതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലിയെ സംബന്ധിച്ചാണ്. താരം ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ സമ്മർ സ്ലാമിന് മുൻപ് റിയ റിപ്ലിയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. സമ്മർ സ്ലാമിലെ റിയ റിപ്ലിയുടെ പ്ലാൻ മാച്ച് ആർക്കെതിരെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഡെയിം മെൽസറിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ് ലെറ്റർ റിപ്പോർട്ടിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒന്നെങ്കിൽ ഫേറ്റൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലീഡറായ JC ജെയിൻ, അല്ലെങ്കിൽ അലക്സ്യ ബ്ലിസ്. ഈ രണ്ട് താരങ്ങളിൽ ഒരാൾക്കെതിരെയായിരിക്കും റിയ റിപ്ലി സമ്മർ സ്ലാമിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് റെസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ അദ്ദേഹം പങ്കുവെക്കുന്നത്. റിയ റിപ്ലിക്ക് പരിക്ക് പറ്റുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് എന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയ റിപ്ലിക്ക് പരിക്ക് പറ്റിയതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആ പരിക്കിന് ശേഷം ഇനി പദ്ധതിയിൽ മാറ്റം വന്നാൽ ഈ രണ്ട് എതിരാളികളല്ലാതെ മറ്റാരെങ്കിലും കയറി വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. റിയ റിപ്ലി ഇതിൽ ആര് വന്നാലും സമ്മർ സ്ലാമിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് WWEയും ESPN തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിനെ സംബന്ധിച്ചാണ്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ 6 മത്സരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സാധാരണയുള്ള ഒരു B ഷോ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൽ 5 മത്സരങ്ങൾ മാത്രമാണ് Triple H കൊണ്ടുവരാറുള്ളത്. അതാണ് Triple Hന്റെ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലെ മാച്ച് കാർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അപ്രതീക്ഷിതമെന്നോണം ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ 6 മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ESPNുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ് അമേരിക്കയിൽ വന്നതിന് ശേഷം ആദ്യ മണിക്കൂർ ESPNൻ്റെ TV ചാനലുകളിൽ അമേരിക്കയിൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ESPNൻ്റെ OTT പ്ലാറ്റ്ഫോമിലേക്ക് സ്ട്രീമിംഗ് മാറ്റുന്നത്. അപ്പോൾ ആദ്യ മണിക്കൂറിൽ ഈ ESPNൽ 2 മത്സരമെങ്കിലും നടക്കും. അതിനുശേഷം സ്ട്രീമിംഗ് ആപ്ലിക്കേഷനിൽ പോയാൽ നോർമൽ ഒരു സൈഡിൽ നോക്കിയാൽ 3 മത്സരങ്ങൾ മാത്രമാണ് 5 മത്സരം നടക്കുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൽ ഉണ്ടായിരിക്കുക. എന്നാൽ കുറച്ചും കൂടി മത്സരങ്ങൾ ആഡ് ചെയ്യണമെന്നുള്ളത് ESPN ആവശ്യപ്പെട്ടതാണ്. കാരണം സബ്സ്ക്രിപ്ഷൻ എടുത്തു വരുന്ന കാണികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഈ ആപ്ലിക്കേഷനിൽ ഇരുത്തണമെന്നുണ്ടെങ്കിൽ മത്സരങ്ങളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് ESPN ആവശ്യപ്പെട്ടു. അതിന് പ്രകാരമാണ് 5 പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലെ മത്സരങ്ങൾ എന്നുള്ളതിൽ നിന്ന് ചെറിയ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് 6 മത്സരങ്ങളാക്കിയത്. 1-2 മത്സരങ്ങൾ അധികം കൊണ്ടുവന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് ESPN ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ്. Triple H അവരുടെ ആദ്യ നിർദ്ദേശം തന്നെ സ്വീകരിക്കുന്നതും അത് 5-ൽ നിന്ന് 6 വർദ്ധിക്കുന്നതും കാണാൻ സാധിച്ചു. ഇനിയുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ്സിലും, അതായത് സമ്മർ സ്ലാം, റെസ്ൽമേനിയ പോലെയുള്ള ബിഗ് ഇവൻറ്റ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, B ഷോകൾ എന്നറിയപ്പെടുന്ന നോർമൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മാച്ച് കാർഡ്സിൻ്റെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് റോ ബ്രാൻഡിലെ ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ സംബന്ധിച്ചാണ്. ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം, പരിതാപകരമാണ്.
ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു വരുന്ന എല്ലാ മെമ്പേഴ്സിനും പരിക്ക് പറ്റുന്നു. പരിക്ക് പറ്റാതെ നിൽക്കുന്ന ഒരു ഏക മെമ്പർ ഓസ്റ്റിൻ തിയറിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മിഡ് കാർഡിന് മുകളിലേക്ക് കയറി വരാനും സാധിക്കുന്നില്ല. ഇപ്പോൾ ബ്രോൺ ബ്രേക്കർ ആണെങ്കിൽ തന്നെ പരിക്കിന് ശേഷം തിരികെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇവരുടെ ഗ്രൂപ്പിൻ്റെ കൈവശം ഉണ്ടായിരുന്ന വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആണെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് സെത്തിൻ്റെ ഒരു കൊഴിഞ്ഞുപോക്കിലൂടെ ഇനി എങ്ങോട്ട് എന്നുള്ള വലിയ ചോദ്യത്തിലേക്ക് നിൽക്കുന്നുണ്ട്. സെത്തിനെതിരെയുള്ള സ്റ്റോറി കഴിഞ്ഞതിന് ശേഷവും ദ വിഷൻ ടീമിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമായി മാറിയിട്ടുണ്ട്. നിലവിൽ 2 അഭിപ്രായങ്ങളാണ് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ സ്പ്ലിറ്റാക്കി ഓരോരുത്തരെയും അവരവരുടെ സ്റ്റോറി ലൈനിലേക്ക് ഇൻഡിവിജ്വൽ സ്റ്റോറി ലൈനിലേക്ക് വിടുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ മെമ്പേഴ്സിനെയൊക്കെ മാറ്റി പുതിയ രീതിയിൽ ദ വിഷൻ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 പോയിൻറ്റ്സിൽ അതിൽ ഏതാണ് സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് ഇനിയുള്ള റോ എപ്പിസോഡുകളിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിലാണ് നിലവിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദ വിഷൻ ടീമിൻ്റെ ഒരു ലീഡർ എന്ന് നിലവിൽ അറിയപ്പെടുന്നത് ബ്രോൺ ബ്രേക്കർ ആണ്. ബ്രോൺ ബ്രേക്കർ ഈ ഗ്രൂപ്പിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാലും പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറുടെ ഒരു മാനേജറായി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദ വിഷൻ ടീം നിലനിന്ന് പോകുകയാണെങ്കിലും പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറിനെ ആയിരിക്കും കൂടുതൽ മാനേജ് ചെയ്യാൻ പോകുന്നത്. ഇനി ദ വിഷൻ ടീം അവസാനിച്ച് ബ്രോൺ ബ്രേക്കർ ഇൻഡിവിജ്വൽ സ്റ്റോറി ലൈനിലേക്ക് കടന്നാലും ബ്രോൺ ബ്രേക്കറിൻ്റെ മാനേജറായിട്ട് പോൾ ഹേമൻ ഉണ്ടായിരിക്കും എന്നുള്ളതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 6ാമത്തെ അപ്ഡേറ്റ്, ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ സൂപ്പർ താരവും മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനുമായ CM പങ്കിൻ്റെ റിട്ടേൺ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. CM പങ്കിൻ്റെ ജന്മനാടായ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് റോ എപ്പിസോഡ് നടക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ മുൻപേ പങ്കുവച്ചിട്ടുള്ളതാണ്. നിലവിൽ ഈ ഒരു എറീന CM പങ്ക് വരുന്നുണ്ട് എന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് പങ്കുവെക്കുന്നുണ്ട്. CM പങ്കിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹം സ്മാക്ഡൗണിലേക്ക് കൂടുമാറുകയാണ് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് പങ്കുവെക്കാൻ വേണ്ടിയായിരിക്കും. ഇത് കൂടാതെ കോഡി റോഡ്സുമായിട്ടുള്ള സ്റ്റോറി ലൈൻ്റെ തുടക്കവും ഈ റോ എപ്പിസോഡിലൂടെ CM പങ്ക് നടത്തിയേക്കും എന്നുള്ളൊരു വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് സാമി ജെയിൻ എന്നുള്ള ഒരു WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ഈ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന അടുത്ത ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നമ്പർ 1 കണ്ടൻഡർ മത്സരം നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ സ്മാക്ഡൗൺ എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ അതിൽ ആരാണ് വിജയിക്കുന്നത് എന്നും സാമി ജെയിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ആരാണ് പോകുന്നത് എന്നുള്ളതും നമ്മൾ ഓൾറെഡി പങ്കുവെച്ചതാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന റോ എപ്പിസോഡിൽ CM പങ്ക് വരികയും കോഡി റോഡ്സുമായിട്ടുള്ള ഒരു സ്റ്റോറി ആരംഭിക്കുന്നതും ഈ സ്റ്റോറി സ്മാക്ഡൗൺ ബ്രാൻഡിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമ്മർ സ്ലാമിൽ CM പങ്കും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കും നടക്കുക. അത് ചാമ്പ്യൻഷിപ്പിനാണോ ചാമ്പ്യൻഷിപ്പ് അല്ലാത്തതാണോ എന്നുള്ളത് റോ എപ്പിസോഡിൽ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതാണ് നിലവിൽ CM പങ്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് സമ്മർ സ്ലാമിലേക്കുള്ള മത്സരങ്ങളെ സംബന്ധിച്ച് നിലവിൽ കിട്ടുന്ന അപ്ഡേറ്റ്. 7ാമത്തെ അപ്ഡേറ്റ്, പുതിയ WWE ചാമ്പ്യനായി വിജയിച്ചു വന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ വലിയ അട്ടിമറി വിജയം സ്വന്തമാക്കിയ സാമി ജെയിനെ സംബന്ധിച്ചുള്ളതാണ്. സാമി ജെയിൻ ESPN എന്ന് പറയുന്ന വെബ്സൈറ്റിന് 2 ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഈ അൺഡിസ്പ്യൂട്ടഡ് WWE ടൈറ്റിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച അഭിനന്ദനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പങ്കുവച്ചു. കുറേയധികം റെസ്ലേഴ്സും കുറേയധികം ഫാമിലി മെമ്പേഴ്സും ഒക്കെ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞു. അതിൽ എടുത്തു പറയുന്നത് മുൻ WWE ചാമ്പ്യനായിരുന്ന എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ ജോൺസിനയുടെ മെസ്സേജിനെ സംബന്ധിച്ചാണ്. ജോൺസിനയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമി ജെയിൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്. ജോൺസിന അപ്രതീക്ഷിതമായി തനിക്ക് മെസ്സേജ് അയച്ചു. ജോൺസിനയുമായി അങ്ങനെ വലിയ കോൺവെർസേഷൻ നടത്തുന്ന ഒരു ആളൊന്നുമല്ല. പക്ഷേ താൻ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ജോൺസിന മെസ്സേജ് അയച്ചത്. അപ്പോൾ ജോൺസിന തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ വലിയ വാക്കുകളൊക്കെയാണ് ഈ ഒരു സംഭാഷണത്തിൽ ഉപയോഗിച്ചത് എന്നുള്ളതും സാമി ജെയിൻ ഓർത്തെടുത്തിട്ടുണ്ട്. കൂടാതെ ജോൺസിനയുടെ ഈ ഒരു ടെക്സ്റ്റ് അത് തൻ്റെ ലഭിച്ചതിൽ ഏറ്റവും മികച്ച ഒരു അഭിനന്ദനങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് സാമി ജെയിൻ പറയുന്നത്. കാരണം സാമി ജെയിൻ നേടിയെടുത്ത രീതി അത് സാമി ജെയിന് ഡിസർവ് ചെയ്യുന്ന രീതിയിൽ ആണ് എന്നുള്ളതാണ് ജോൺസിന പറഞ്ഞതെന്നാണ് സാമി പറയുന്നത്. അത്രയും മികച്ച രീതിയിൽ സാമി ജെയിനെ ഒന്നും കൂടി മോട്ടിവേറ്റ് ആക്കുന്ന രീതിയിലാണ് ജോൺസിന സംസാരിച്ചത് എന്നാണ് സാമി പറയുന്നത്. നമുക്കറിയാം ജോൺസിന എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സ് ആയിക്കോട്ടെ സഹതാരങ്ങളായിക്കോട്ടെ അവരെയൊക്കെ നല്ല രീതിയിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു സപ്പോർട്ട്
കളം വിട്ടതിന് ശേഷം ജോൺസിനെ കളഞ്ഞിട്ടില്ല എന്നുള്ളത് ജോൺസിനെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. സാമി സെയിൻ തന്നെയാണ് ESPN എന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂയിലൂടെ ഇത് വെളിപ്പെടുത്തിയത്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സമ്മർ സ്ലാം 2026 നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിലെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു വന്ന ഒബാഫെമി റോമൻ റിയൻസ് എന്ന് പറയുന്ന നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്ത് ആ ഒരു ഡ്രീം മാച്ച് സമ്മർ സ്ലാമിൽ വെച്ച് നടത്തും എന്നുള്ളതാണ്. പക്ഷേ ഒബാഫെമി ബ്രോക്കുമായിട്ടുള്ള സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു തീരുമാനത്തിൽ, അതായത് സമ്മർ സ്ലാമിൽ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ആ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു വരുന്ന ആ ഒരു വിന്നർ ഈ ചാമ്പ്യൻഷിപ്പിന് പോകണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തത് എന്നുള്ളതിൻ്റെ കാരണം നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനം ആയിരുന്നില്ല. കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിപ്പിക്കുന്നത് അത് ഒബാഫെമിയിലൂടെ ആയിരിക്കണം എന്നുള്ളത് മുൻപേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒബാഫെമി ഈ ചാമ്പ്യൻഷിപ്പിനൊന്നും ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതും മുൻപേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്കുമായിട്ടുള്ള ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഒബാഫെമിയുടെ ഒറിജിനൽ പ്ലാൻ. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ റോമൻ റിയൻസ് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരം വരുന്നു എന്നുള്ളതിൻ്റെ സൂചന അവർ ഇടുന്നതിൻ്റെ കാരണം ഈ റോമൻ വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരം അതൊരു ബിഗ് മാച്ചാണ്, ഒരു റസൽമീനിയ മെയിൻ ഇവൻറ്റ് വെർത്തായിട്ടുള്ള ഒരു മാച്ചാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സമ്മർ സ്ലാം പോലെയുള്ള ഇവൻറ്റിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ റസൽമീനിയ പോലെയുള്ള ഒരു ഇവൻറ്റിലായിരിക്കും ഈ ഒരു മാച്ചിന് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ മത്സരം സമ്മർ സ്ലാം 2026 വെക്കാതിരുന്നത്. ഒബാഫെമിക്ക് എന്തായാലും ഇനിയൊരു ടൈറ്റിൽ ഷോട്ട് ബാക്കിയുണ്ട്. അത് ബ്രോക്കിനെതിരെയുള്ള ഒരു വമ്പൻ വിജയം കൂടി നേടിയെടുത്ത് ആ വലിയൊരു മൊമെൻറ്റം സൃഷ്ടിച്ചാണ് ഒബാഫെമി വരുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് ചാമ്പ്യനെ നേരിട്ടാലും അവിടെ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബിഗ് ഫൈറ്റ് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബിഗ് മാച്ച് ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റിയൻസ് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള മത്സരം സമ്മർ സ്ലാമിൽ നിന്ന് മാറ്റിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറിജിനൽ പ്ലാൻ ഇങ്ങനെയൊക്കെയായിരുന്നു, അതിൽ യാതൊരുവിധ വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും റസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഡേ മെൽസർ പങ്കുവെക്കുകയുണ്ടായി. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നതുവരെ ബൈ.